ഈ പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ സമ്മേളനത്തിൽ മർദ്ദിച്ച സംഭവത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നത് ഒരു വിഭാഗം തടയുകയായിരുന്നു. പ്രമേയ അവതരണം തടസ്സപ്പെടുത്തുന്ന ദൃശ്യം ന്യൂസ് മലയാളത്തിന് കിട്ടി. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ബിനിൽ ലീല സാബു നമുക്കിപ്പം തത്സമയമുണ്ട്. ബിനിൽ, ഈ തർക്കത്തിനുള്ള കാരണം എന്താ ബില്ലേ? തിരുവനന്തപുരത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥനായ മിഥുൻ റോയിയെ ഒരു കൂട്ടം SFI പ്രവർത്തകർ മർദ്ദിച്ചത്. തിരിച്ച് മിഥുൻ റോയി ഇടിവളി ഉപയോഗിച്ച് മർദ്ദിക്കാനൊരുങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നിരുന്നു. അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരുന്നത്. അതിൽ വലിയ അമർഷം പോലീസ് സേനയ്ക്കുള്ളിൽ ഉണ്ട്. അത് രണ്ട് വിഭാഗമായിട്ടാണ് ആ അമർഷം ഉള്ളത്. അത് പോലീസ് അസോസിയേഷൻ സമ്മേളനം നടക്കുകയാണ്. നേരത്തെ തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ അസോസിയേഷൻ സമ്മേളനം നടന്നിരുന്നു. അവിടെയും ഇത്തരത്തിൽ ചേരിതിരിഞ്ഞുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു, വാക്കേറ്റമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഇപ്പോൾ പോലീസ് അസോസിയേഷൻ്റെ റൂറൽ സമ്മേളനം നെടുമങ്ങാട് വെച്ച് ചേർന്നത്. അതിലാണ് ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിനെ അപലപിച്ച് ഒരു പ്രമേയം അവതരിപ്പിച്ചത്. അതിലാണ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റുദ്യോഗസ്ഥർ എഴുന്നേറ്റ് നിന്ന് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അത് വാക്കേറ്റത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അതിൽ പ്രമേയം അവതരിപ്പിച്ച ആൾ പറഞ്ഞത് ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിച്ചേർന്നാണ് പ്രമേയത്തിലെ വിഷയങ്ങൾ തീരുമാനിച്ചത്. ഈ വിഷയം നിങ്ങൾ ഇപ്പോൾ വിമർശിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് അറിയിച്ചത്. പക്ഷേ അത്തരമൊരു ചർച്ച വേണ്ട എന്നുള്ളതാണ് മറ്റ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തത്. അതാണ് വലിയ വാക്കേറ്റത്തിലേക്ക് പോയത്. സമാനമായ വിഷയം ഇടുക്കി സമ്മേളനത്തിലും ഉണ്ടായിരുന്നു. അവിടെയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിൽ വലിയ പ്രതിഷേധം ആ അസോസിയേഷൻ സമ്മേളനത്തിലും ഉണ്ടായിരുന്നു. എന്തായാലും ഈ സമ്മേളനങ്ങൾ തുടരുകയാണ്. അത് വരും ദിവസങ്ങളിൽ മറ്റ് പല സ്ഥലങ്ങളിലും സമാനമായ ഒരു അമർഷവും ഈ വാക്കേറ്റവും ഒക്കെ പ്രതീക്ഷിക്കാം. സേതു. ഓക്കെ ബില്ലേ, ശരി.